എൻ്റെ ഉള്ളം നിറഞ്ഞിടുന്നു ദൈവസ്നേഹം. ആശ്ചര്യമേ അതിനോർമ്മ, പാവനമേ ക്രൂശിൻ സ്നേഹം. ഓർത്തിടുമ്പോൾ എൻ്റെ ഉള്ളം നിറഞ്ഞിടുന്നു ദൈവസ്നേഹം. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. നോക്കുമ്പോൾ കാണുന്നത് ഞാൻ അപ്പം കഴിക്കുകയായിരിക്കും, പക്ഷെ ഞാൻ യഥാർത്ഥത്തിൽ കഴിക്കുന്നത് അപ്പമല്ല. ഞാൻ എന്താണ്? യേശുവിനെയാണ് ഭക്ഷിക്കുന്നത്. നോക്കുമ്പോൾ ഞാൻ കുടിക്കുന്നത് വീഞ്ഞായിരിക്കാം, പക്ഷെ യഥാർത്ഥത്തിൽ പുറം ലോകത്തത് വീഞ്ഞാണെങ്കിലും ദൃശ്യലോകത്തത് വീഞ്ഞാണെങ്കിലും ആത്മലോകത്തിൽ അത് യേശു തന്നെയാണ്. ഞാൻ യേശുവിൻ്റെ രക്തമാണ്. ഐ റിമെമ്പർ, റിഫ്ലക്ട്, റിപ്പോർട്ട് ദ സ്പിരിച്വൽ ട്രൂത്ത്സ് ഔട്ട്വേർഡ്ലി. എൻ്റെ ഉള്ളിലുള്ള ഇതിനെയെല്ലാം, എൻ്റെ ഉള്ളിലുള്ള ഈ ആത്മസൗഖ്യത്തെ, ആത്മസംയോഗത്തെ, യേശുവും ഒന്നിച്ചുള്ള സഹവാസത്തെ ഒക്കെ ഞാൻ പുറത്തോട്ട് കാണിക്കുകയാണ്. പുറത്തോട്ട് കാണിക്കുകയല്ല, അതാണ് അതിൻ്റെ സൈൻ. അതുകൊണ്ട് തിരുവത്താഴം എന്ന് പറയുന്നത് ഒരു സൈനാണ്. എന്തിൻ്റേത്? യേശുവും ഞാനും തമ്മിലുള്ള സംസർഗത്തിൻ്റെ ഒരു സൈനാണ്. എന്നാൽ അതേസമയം ഇത് സഭയോടുള്ള എൻ്റെ ഏകീഭാവത്തെയും ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. കാരണം നമ്മൾ കർത്താവിൻ്റെ അത്താഴം വീട്ടിലിരുന്നോ ഒറ്റയ്ക്കോ അല്ല കഴിക്കുന്നത്. അവർ അപ്പം നുറുക്കാൻ എന്ത് ചെയ്തെന്നാ പറഞ്ഞിരിക്കുന്നത്? കൂടി വന്നെന്ന്. അല്ലാതെ വീട്ടിലിരുന്ന് കഴിച്ചെന്നാണോ പറയുന്നത്? അല്ല. അപ്പൊ അപ്പം നുറുക്കാൻ എന്ത് ചെയ്യണം? കൂടി വരണം. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഒരു ഇൻഡിവിജ്വലായിട്ടുള്ള, എനിക്ക് തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാം, എനിക്ക് തന്നെ ഇരുന്ന് പാട്ട് പാടാം, പക്ഷെ എനിക്ക് തന്നെ ഇരുന്ന് തിരുവത്താഴം നടക്കാൻ പറ്റില്ല. പണ്ട് ഒരു വല്യപ്പച്ചൻ ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. ആ അപ്പച്ചൻ തന്നെ തിരുവത്താഴം നടത്തുന്നത്. പുള്ളിയുടെ വീട്ടിൽ ഞായറാഴ്ച ചെന്ന് കഴിഞ്ഞാൽ പുള്ളി സഭായോഗത്തിനൊന്നും പോവുകയില്ല. പുള്ളി പറയുന്ന അവന്മാരൊന്നും വിശുദ്ധന്മാരല്ല. അതുകൊണ്ട് പുള്ളി തന്നെ ഇരുന്ന് അപ്പാമൊന്നെടുത്തവൻ എന്ന് പറഞ്ഞ് പാട്ടൊക്കെ പാടി പുള്ളി തന്നെ പ്രാർത്ഥിച്ച് പുള്ളി തന്നെ കഴിക്കും. അങ്ങനെ ഒത്തിരി പേരൊന്നും ഇല്ല. ഞാൻ പറഞ്ഞ ഒരാളുടെ കാര്യം ഇങ്ങനെ കേട്ടത് ഞാൻ പറഞ്ഞത്. അങ്ങനെ തന്നെ ഇരുന്ന് കഴിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റി അല്ല. ഞാൻ ഭക്ഷിക്കുകയല്ല, ഞങ്ങൾ ഭക്ഷിക്കുകയാണ്. നിങ്ങൾ കൂടി വരുമ്പോൾ ഇല്ലേ, നിങ്ങൾ, നീ അല്ല, ആര്? നിങ്ങൾ. അതുകൊണ്ട് ഇത് വീട്ടിലിരുന്ന് ചെയ്യാനുള്ള ഇതൊരു ഇത് ഇൻഡിവിജ്വൽ വ്യക്തിപരമായ ഒരു കാര്യമല്ല, ഇത് സഭയുടെ ഒരു ആക്റ്റാണ്. 2, ഈ തിരുവത്താഴം ഒരു വീട്ടുഭക്ഷണമല്ല. തിരിച്ചറിവുള്ളപ്പൻ, തിരിച്ചറിവുള്ള മക്കൾക്ക് ചുമ്മാ മുറിച്ചു കൊടുക്കാനുള്ള ഒരു സാധനമല്ല തിരുവത്താഴം. വീട്ടിലിരുന്ന് നടത്തിക്കോ എന്ന് പറയുന്നത് ദുരുപദേശമാണ്. ഈ സഭയുടെ ഒരു സാക്രമെന്റ് ആയിട്ടാണ്. അല്ലാതെ വീട്ടിൽ തിരിച്ചറിവുള്ള 2 പേരുണ്ടെങ്കിൽ എന്നാൽ പിന്നെ നമുക്കൊരു തിരുവത്താഴം ഒക്കെ നടത്തിക്കളയാം. ഭാര്യയും ഭർത്താവും കൂടെ നമ്മൾ കൂടുന്നതാണ്. ഒത്തിരി നാളായി നമ്മൾ തിരുവത്താഴത്തിൽ പങ്കെടുത്തില്ല, എന്നാൽ പിന്നെ നമുക്കൊരു തിരുവത്താഴം നടത്തിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് 2 പേരും കൂടെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നതല്ല തിരുവത്താഴം. ഇതൊരു ചർച്ച് ആക്ട് ആണ്, സഭയുടെ ഒരു സാക്രമെന്റ് ആണ്. 1 കൊരിന്ത്യർ 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ സഭയോടാണ് തിരുവത്താഴത്തെ കുറിച്ച് പറയുന്നത്. ഈ സഭയോട് തിന്നുന്ന കാര്യമല്ല. അവിടെ തന്നെ പൗലോസ് പറയുന്നുണ്ട്, തിന്നാനും കുടിക്കാനും നിങ്ങൾക്ക് വീടില്ലയോ എന്ന്. അതായത് നിങ്ങൾ തിന്നുന്നത് പോലെ തിന്നാനാണെങ്കിൽ വീട്ടിൽ നിന്നാൽ മതിയല്ല, ഇവിടെ എന്തിനാ വന്നതെന്ന്. ഇവിടെ വരികയാണെങ്കിൽ ഇത് സഭയാണ്. ആ സഭയുടെ ഭാഗമായി കൊണ്ട് മാത്രമേ എനിക്ക് തിരുവത്താഴത്തിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ തിരുവത്താഴം 1 ഞാനും ദൈവവും തമ്മിലുള്ള സംസർഗത്തിൻ്റെ ഫെയ്ത്ത് ഡിക്ലറേഷനാണ്. 2 ഞാനും എൻ്റെ സഹോദരങ്ങളും, എൻ്റെ സഭയിലെ സഹോദരങ്ങളും തമ്മിലുള്ള സംസർഗത്തിൻ്റെയും കൂടെ, ആ സംസർഗത്തിൻ്റെയും കൂടെ ഡിക്ലറേഷനാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ സഭയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ആ ഭാഗത്തെക്കുറിച്ച് വീണ്ടും നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനെ ഒരു കൊയിനോനിയ,
ഒരു കൂട്ടായ്മയാണ്. തിരുവത്താഴം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ, 1 കൊരിന്ത്യൻസ് അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമുണ്ട്. 14 അതുകൊണ്ട് പ്രിയന്മാരെ വിഗ്രഹാരാധന വിട്ടോടുവിൻ, നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നു. ഞാൻ പറയുന്നത് വിവേചിപ്പീൻ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അപ്പോൾ എന്തൊക്കെയാണ് അത്? ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയാണ്, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയാണ്. എന്നാൽ അവിടെ കൊണ്ട് തീരുന്നില്ല. അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നോക്ക്, പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൻ്റെ അംശികൾ ആകുന്നുവല്ലോ. പലരായ നാം ഒരു ശരീരമാകുന്നു. അപ്പോൾ ഇത് ചർച്ച് റിലേറ്റഡ് ആയിട്ടേ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. സഭയുമായി ബന്ധപ്പെടുത്തിയാൽ നമുക്കിത് ചെയ്യാൻ കഴിയത്തുള്ളൂ. സഭയുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഒരു ലോക്കൽ ചർച്ചിലെ എല്ലാവരും ഉണ്ടായിരിക്കണമെന്നോ, വലിയ സഭയായിരിക്കണമെന്നോ, ചെറിയ സഭയായിരിക്കണമെന്നോ അല്ല. ഒരു വീട്ടുസഭയായിരിക്കാം. ഞങ്ങളുടെ വടക്കേ ഇന്ത്യയിലെ പല സഭകളും ഹൗസ് ചർച്ചസാണ്. ഹിമാചൽ പ്രദേശിലും മറ്റും ഞങ്ങൾക്ക് 100 കണക്കിന് ഹൗസ് ചർച്ചസ് ഉണ്ട്. അവിടെയൊന്നും വലിയ സഭകളൊന്നും അല്ല. എല്ലായിടത്തും 10 പേര് 12 പേര് ഒക്കെ ആയിരിക്കും ഉള്ളത്, അല്ലെ 15 പേര്, ചിലടത്ത് കൂടുതൽ കാണും. പക്ഷെ 10 15 പേരൊക്കെ ഉള്ള സഭകൾ നമുക്ക് ധാരാളമുണ്ട്. ഇതൊന്നും ഒരു സഭയെന്ന് അങ്ങനല്ല. ആ ചർച്ചും യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലുള്ള സഭയാണ്. ആ സഭയിലുള്ളവർക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? തിരുവത്താഴം നടത്താൻ കഴിയും. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സഭയുടെ ബന്ധത്തിലാണ് നമ്മളിത് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഇനി നമ്മൾ പറഞ്ഞല്ലോ, ഈ സയൻസ് എന്ന് പറയുമ്പോൾ ഒന്നാമത് എന്ത് നമ്മൾ അപ്പം ഇല്ലേ, അപ്പം ഒരു സിംബോളിക് എലിമെന്റ് ആണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമുക്കറിയാവുന്ന വേദഭാഗമാണ്. ഞാൻ പല ഭാഗത്തും വിശദമാക്കിയിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമാക്കുന്നില്ല. അവിടെയാണ് നമ്മൾ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന കാര്യം നമ്മൾ കാണുന്നത്. അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത്. അപ്പോൾ കർത്താവ് അവർക്ക് അപ്പം വിഭാഗിച്ചു കൊടുത്തപ്പോൾ കർത്താവ് ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. അവരെന്ത് മനസ്സിലാക്കണം? അടയാളം കാണണമായിരുന്നു. എന്താണ് അടയാളം? താഴേക്ക് വായിക്കുമ്പോൾ 27-ാമത്തെ വാക്യത്തിൽ, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. ഇന്നലെ ഞാൻ തന്നത് സാധാരണ രീതിയിൽ നശിച്ചു പോകുന്ന അപ്പമാണെങ്കിലും അത് നശിച്ചു പോകുന്ന അപ്പം, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അവർക്ക് വിശക്കുന്നല്ല. പിന്നെ വിശക്കത്തില്ലായിരുന്നല്ലോ. നശിക്കാത്ത അപ്പമായിരുന്നെങ്കിൽ ഇന്ന് വിശക്കുമായിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ വിശക്കുന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഇന്നലെ ഞാൻ തന്നത് എങ്ങനെയുള്ള അപ്പമാണ്? നശിച്ചു പോകുന്ന ആഹാരം. ഇന്ന് നിങ്ങൾക്ക് വിശക്കുന്നു. ഞാനിത് വായിച്ചപ്പോൾ ശരിക്കും ആലോചിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? എൻ്റെ ദൈവമേ, യേശു കർത്താവ് അപ്പം കൊടുത്തിട്ട് അതും നശിച്ചു പോകുന്ന അപ്പമായിരുന്നല്ലോ. എന്താ കാര്യമെന്നറിയാമോ? വിശപ്പ് എന്ന് പറയുന്നത് ഒരു ഭൗതിക യാഥാർത്ഥ്യമാണ്, അല്ലേ? വിശപ്പ്. അതുകൊണ്ട് തന്നെ വിശപ്പ് അടക്കുന്നതും ഒരു ഭൗതിക യാഥാർത്ഥ്യമാണ്. ഭൗതികമായതെല്ലാം കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. വിശപ്പ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ റിയാലിറ്റി ആയതുകൊണ്ട് വിശപ്പടങ്ങുന്നതും ഒരു ഫിസിക്കൽ റിയാലിറ്റിയാണ്, ഒരു ഭൗതിക യാഥാർത്ഥ്യമാണ്. ഇതുപോലെയാണ് കർത്താവ് നമുക്ക് തരുന്ന ഏത് ഭൗതിക കാര്യങ്ങളും. അത് നാളെ നശിച്ചു പോകുന്നതാണ്. ഇന്ന് കർത്താവ് നിങ്ങൾക്ക് ആഹാരം തന്നു എന്ന് വെച്ചുകൊണ്ട് നാളെ നിങ്ങൾക്ക് വിശക്കാതിരിക്കത്തില്ല. ഇന്ന് നിങ്ങൾക്ക് കർത്താവ് ഒരു ജോലി തന്നെന്ന് വെച്ച് നാളെ നിങ്ങളുടെ ജോലി പോകാതിരിക്കത്തുമില്ല. പേടിപ്പിക്കാൻ പറയുന്നൊന്നുമല്ല, പിന്നെ പേടിച്ചോണം. അതുകൊണ്ട് കർത്താവ് തന്ന ജോലി കർത്താവ് കളയുമോ ബ്രദറെ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ചിലപ്പോൾ കളയും. ഇന്ന് കർത്താവ് നിങ്ങൾക്ക് തരുന്ന ഏത് സമ്പന്നതയും നാളെ അവൻ എടുത്തു കളഞ്ഞെന്നിരിക്കും. ഇയ്യോബിന് കൊടുത്തത് മുഴുവൻ അവൻ എടുത്തില്ലേ? യഹോവ തന്നു, യഹോവ എടുത്തു. അപ്പൊ അതുകൊണ്ട് ഈ ഭൗതിക നന്മകൾക്ക് വേണ്ടി ഓടി നടക്കുന്ന എൻ്റെ പ്രിയമുള്ളവർ ഒരു കാര്യം മനസ്സിലാക്കണം.
കർത്താവ് പറയുന്നു നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി അല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ കാംക്ഷിക്കും. രോഗസൗഖ്യം ഉൾപ്പെടെ കർത്താവ് നിങ്ങൾക്ക് ക്യാൻസർ സൗഖ്യമാക്കിയാൽ നാളെ മലേറിയ വരരുതെന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. കർത്താവ് എൻ്റെ ക്യാൻസർ സൗഖ്യമാക്കി, പിന്നെ ഈ പനി എന്തോ ദൈവമോ ഇത് എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അതൊരു ഭൗതിക രോഗം, ഒരു ഭൗതിക യാഥാർത്ഥ്യമായതുപോലെ രോഗസൗഖ്യവും ഒരു ഭൗതിക യാഥാർത്ഥ്യമാണ്. കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ എന്ത് ചെയ്യും? പിന്നെ മരിച്ചു. എന്തുകൊണ്ടാണ്? അവൻ്റെ ശരീരത്തിൽ അവൻ ഉയർത്തെന്ന് പറയുന്നത് ആത്മയാഥാർത്ഥ്യമല്ല, എന്താണ്? ഭൗതിക യാഥാർത്ഥ്യമാണ്. ശരീരത്തിലെ ഉയിർപ്പ് എന്ന് പറയുന്നത് ഭൗതിക യാഥാർത്ഥ്യമായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഭൗതിക യാഥാർത്ഥ്യം താൽക്കാലികമായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ മരിച്ചു. ഭൂമിയിലെ എന്ത് കാര്യം കർത്താവ് നിങ്ങൾക്ക് തന്നാലും നാളെ അത് പോകുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഭൗതിക കാര്യങ്ങളുടെ പുറകെ ഇങ്ങനെ ഓടി നടക്കരുത്. അത്യാവശ്യം നിങ്ങൾക്ക് പട്ടിണിയാണെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ കർത്താവ് പട്ടിണിയൊക്കെ മാറ്റിത്തരുമില്ലെന്ന് ഞാൻ പറയുന്നില്ല. ജോലി ഇല്ലയോ? പ്രാർത്ഥിച്ചോ, കർത്താവ് ജോലി തരും. പിന്നെ നമ്മൾ ആരോടെ പ്രാർത്ഥിക്കുന്നത്? ഇപ്പം വേറെ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിക്കാൻ പറ്റുമോ? എടാ, നമുക്കൊരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ അടുത്ത് പോയി പറഞ്ഞോ, അതിന് കർത്താവിന് ഒരു വിരോധവും ഇല്ല. പറഞ്ഞാൽ ഉടനെ കർത്താവ് തല്ലി കൊല്ലത്തൊന്നുമില്ല. പക്ഷേ കർത്താവ് പറഞ്ഞു അടയാളം കണ്ടോണം, അടയാളം കണ്ടോണമെന്ന്. ഏത്? ഇന്നലെ അപ്പം തന്നപ്പോൾ നിങ്ങൾ അടയാളം കണ്ടില്ല, നിങ്ങൾ തിന്നേച്ചങ്ങ് പോയി. ഇതാ ഇന്നത്തെ സഭകളിൽ പറ്റുന്ന പ്രശ്നം. രോഗസൗഖ്യവും വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോവുകയാണ്. അവൻ യേശുവിനെ കിട്ടുന്നില്ല, രോഗസൗഖ്യമേ കിട്ടുന്നുള്ളൂ. ഇന്ന് രോഗസൗഖ്യം കൊടുക്കുന്ന ഒത്തിരി ബിരുദന്മാരുണ്ട്, പക്ഷെ അവരാരും യേശുവിനെ കൊടുക്കുന്നില്ല. ഒരു ക്രൂസൈഡിന് പോയിട്ട് 2 പിള്ളേർ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, അച്ഛാ ഞങ്ങളവിടെ അത്ഭുതം കണ്ടു, പക്ഷെ യേശുവിനെ കണ്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവ് തന്നെ പറയുന്നു ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തന്നപ്പോൾ അതൊരു സൈനായിരുന്നു. തിരുവത്താഴത്തിൽ നമ്മൾ ഭക്ഷണം ആ രീതിയിലല്ല പ്രാപിക്കുന്നത്. ആണോ? ഭക്ഷണം കഴിക്കാൻ എന്തുവാ വിശന്നപ്പം കിട്ടിയ ഭക്ഷണം അല്ലല്ലോ അത്. എങ്കിലും അപ്പം നമുക്ക് തരുമ്പോൾ അത് എന്തിൻ്റെ അടയാളമാണെന്ന് നമ്മളതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 32 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവത്ര സ്വർഗത്തിൽ സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത് ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നത് ആകുന്നു. അവർ പറഞ്ഞു കർത്താവ് ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണേ. കർത്താവ് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്ന ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ആ പുരുഷാരത്തിന് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ കർത്താവ് ചിന്തിച്ചത് ഇവൻ മനസ്സിലാക്കും, ഞാൻ ജീവന്റെ അപ്പമാണെന്ന് മനസ്സിലാക്കുമെന്നായിരുന്നു. പക്ഷെ അവനത് മനസ്സിലാക്കിയില്ല. നാളെ അപ്പം തരുമെന്നേ മനസ്സിലാക്കിയുള്ളൂ. ഇതുപോലെ ആ രോഗസൗഖ്യം പ്രാപിച്ചിട്ട് ഇന്നിപ്പം ചുമയും പനിയും ഒക്കെ ആയിരുന്നു, അത് മാറി, നാളെ നടുവേദനയാണെങ്കിൽ നാളെയും ചെല്ലാം എന്നേ മനുഷ്യൻ ചിന്തിക്കുന്നുള്ളൂ. യേശുവിനെ എടുക്കാതെ യേശു തരുന്നതിനെ എടുത്തോണ്ട് യേശുവിനെ തള്ളിക്കളയുന്ന ഒരു സുവിശേഷമായി നമ്മൾ കേൾക്കുന്നത്. ഇനി തിരുവത്താഴത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ അവിടെ കർത്താവ് പറയാണ് സ്വർഗത്തിൽ നിന്ന് ദൈവം തന്ന അപ്പം ഞാനാണെന്ന, യേശുവാണെന്നാണ് പറയുന്നത്. അതായത് മോശ അല്ല മുകളിൽ നിന്ന് മന്ന പൊഴിച്ചത്, അത് ദൈവമാണ്. എന്നാൽ മന്ന തിന്നിട്ടും നിങ്ങളുടെ പിതാക്കന്മാര് മരുഭൂമിയിൽ മരിച്ചു. എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന്, നിത്യജീവനിലേക്ക് പ്രാപിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് താഴോട്ടിട്ട് തന്നെ അപ്പം ഞാനാ തിന്നു. ഇതാ കർത്താവ് പറയുന്നത്, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. യേശുക്രിസ്തുവിനെ ഭക്ഷിക്കുവാനാണ് ദൈവം നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? അതിൻ്റെ സൈനാണ്, സിമ്പലാണ് നമുക്ക് എന്താണ് തിരുവത്താഴത്തിൽ അവൻ അപ്പം നമുക്ക് നുറുക്കി തരുന്നത്. യേശു അപ്പമാണ്. എന്നാൽ അവിടെ നമ്മൾ വീണ്ടും പഠിക്കുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഇപ്പോൾ അങ്ങ് പറഞ്ഞു പോകുകയാണ്. എന്താണ്? അവൻ നുറുക്കപ്പെട്ട അപ്പമാണ്. അവൻ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് നൽകേണ്ടതിന് വേണ്ടി, നമുക്ക് അവനെ തന്നെ നൽകേണ്ടതിന് വേണ്ടി അവൻ നുറുക്കപ്പെട്ടു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്
ദിസ് ഇസ് ദ ബോഡി ദാറ്റ് ഈസ് ബ്രോക്കൺ ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെട്ട എൻ്റെ ശരീരം. ബ്രോക്കൺ. അപ്പം ബ്രോക്കൺ, അതായത് അപ്പം എടുത്ത് നുറുക്കുമ്പോൾ അതും ഒരു സൈനാണ്. എന്ത്? യേശു ക്രിസ്തു എനിക്ക് പകരമായി നുറുക്കപ്പെട്ടു എന്നതും കൂടെ ഈ തിരുവത്താഴത്തിൽ, ദ ഫിസിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്. സ്നേഹം ഓർത്തിടുമ്പോൾ എൻ്റെ ഉള്ളം നിറഞ്ഞിടുന്നു ദൈവസ്നേഹം. ആശ്ചര്യമേ അതിനോർമ്മ, ആവനമേ ക്രൂശിൻ സ്നേഹം. ഓർത്തിടുമ്പോൾ എൻ്റെ ഉള്ളം നിറഞ്ഞിടുന്നു ദൈവസ്നേഹം. ആശ്ചര്യമേ അതിനോർമ്മ, ആവനമേ വെറും വാക്കുകൊണ്ടു നിൻ സ്നേഹം വർണ്ണിക്കുവാൻ സാധ്യമല്ല എൻ പ്രിയമുള്ള രക്ഷകനെ. നന്ദി യേശുവേ, 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 നന്ദി യേശുവേ. ഒരു നറുപ്പൂവിനെ ഞെരിച്ചമർത്തും പോലെ നിന്ദേഹം ക്രൂരമായി തകർത്തുവോ. കാൽകരം തുളച്ച കാരിരുമ്പാണിയിൽ ദൈവത്തിൻ കുഞ്ഞാടെ നീ പിടഞ്ഞു. സാക്ഷാൽ നീ എൻ്റെ വേദന ചുമന്നു. നിന്നടിപ്പിണരിൽ ഞാൻ സൗഖ്യമായി. എൻ സമാധാനത്തിൻ ശിക്ഷ നീ വഹിച്ചു. നിന്നീണത്താൽ ഞാൻ ശുദ്ധനായി. വെറും വാക്കുകൊണ്ടു നിൻ സ്നേഹം വർണ്ണിക്കുവാൻ സാധ്യമല്ല എൻ പ്രിയമുള്ള രക്ഷകനെ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ,